നമ്മളൊരു പുതിയ വണ്ടിയെടുത്ത് 2.5-3 വർഷമാകുമ്പോഴേക്കും പൊതുവെ വരുന്നൊരു പ്രശ്നമാണ് മീറ്റർ ബോർഡ് വർക്ക് ചെയ്യാത്തത്. വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള മീറ്റർ ബോർഡ് വർക്ക് ചെയ്യാത്തൊരു പ്രശ്നം. അപ്പോൾ ഇത് എങ്ങനെയാണ് മറ്റുള്ളവരുടെ സഹായമില്ലാതെ നമുക്ക് തന്നെ സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പം വീഡിയോ മുഴുവനും കാണുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ കേബിൾ മാറ്റാൻ പോകുന്ന വണ്ടി TVSൻ്റെ ജൂപ്പിറ്റർ എന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ മീറ്റർ കേബിൾ വരുന്നത് ഈ ടൈപ്പിലാണ്, സ്ക്രൂ ടൈപ്പിലാണ് ഈ കേബിൾ വരുന്നത്. അപ്പോൾ ഇതിന് സ്ക്രൂവാണ്. അങ്ങനെ പലതിനും പല മോഡലും ആയിരിക്കും. ആക്റ്റീവയ്ക്ക് വേറെ മോഡലാണ്, ലോക്ക് ടൈപ്പാണ്. ഈ സ്ക്രൂ ഒന്ന് ലൂസാക്കാം. ലൂസാക്കി കഴിഞ്ഞ ശേഷം ഇതുപോലെ കേബിൾ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി, അപ്പോഴേക്കും ഒന്ന് പോരും. ഇനി നമുക്കിത് കട്ടായ ഭാഗം ഇവിടെ നിന്ന് നോക്കാം. ഇപ്പോൾ ഈ ലെഗ് ഒന്നിങ്ങനെ വലിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. വലിച്ചാൽ അതെ, ഇവിടെയാണ് കട്ടായിട്ടുള്ളത്. അപ്പോൾ അധികം ഇവിടെ തന്നെയാണ് കട്ടാവാറ്. അപ്പം കട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡിയൊക്കെ ഒന്ന് അയച്ചെടുക്കാം. ഗ്ലാസും ഒക്കെ അയച്ചെടുത്ത് അപ്പോൾ ഇതൊക്കെ അയച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡി സ്ക്രൂ അതുപോലെ തന്നെ ഈ കാണുന്ന സ്ക്രൂകളൊക്കെ ഇതും ഒന്ന് അയച്ചെടുക്കാം. ഫ്രണ്ട്സ്, ബോഡി സ്ക്രൂ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്കിത് എല്ലാം ശ്രദ്ധിച്ചത് വലിച്ച് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞ ശേഷം ഈ കാണുന്ന ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ എല്ലാ കണക്ടറും ഒന്ന് ഊരിയെടുക്കാം. നമുക്ക് ഇനി കേബിൾ മീറ്ററിലോട്ട് പോകുന്ന ഭാഗം ഇവിടെ എങ്ങനെയാണ് ഈ കാണുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ എങ്ങനെയാണ് ഈ കാണുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് നമുക്കൊരു കട്ടിംഗ് പ്ലെയർ എന്താ ഉപയോഗിച്ചൊന്ന് ലൂസാക്കി കഴിഞ്ഞ ശേഷം പിന്നെ കൈകൊണ്ട് തന്നെ അങ്ങനെ ലൂസാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ വലിക്കുക. അപ്പോൾ അവിടെയും പോന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടുന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്താൽ ഇതങ്ങോട്ട് ഊരി ഇതുപോലെ ഇങ്ങനെ പോരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പുതിയ കേബിള് നോക്കാം. ഇതാണ് ഇതിൻ്റെ സെയിം കേബിൾ. അപ്പോൾ ശ്രദ്ധിക്കുക, കേബിളുകൾ പലതരം ഉണ്ടാവും. അപ്പം ഇതാണ് ഇതിൻ്റെ സെയിം. ഇതിൻ്റെ ലെഗുകളൊക്കെ ശ്രദ്ധിക്കുക. 2 കണക്ടറിൻ്റെ ഭാഗങ്ങളും ഒരേ സൈസാണ് നോക്കുക. ഇപ്പോൾ TVSൻ്റെ ജൂപ്പിറ്ററിന് 2 ടൈപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് വേറൊരു ഇതാണ്, TVSൻ്റെ തന്നെ വേറൊരു മോഡലാണിത്. ഇതിൻ്റെ ഈ കണക്ടർ ഒരു ചാലുള്ള ടൈപ്പായിരിക്കും. ഇത് വേറൊരു കണക്ടറാണ്. അപ്പം നമുക്കിത് മുകളിൽ നിന്ന് പഴയതുപോലെ തന്നെ അടിയിലോട്ട് തള്ളി ഇറക്കി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വലിച്ചെടുക്കാം. അതിനുശേഷം മുകളിൽ ഭാഗം അതുപോലെ തന്നെ ആ കണക്ടർ ഉള്ളിലോട്ട് കയറ്റി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കൈകൊണ്ട് ടൈറ്റാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ടിംഗ് പ്ലെയർ ഇതുപോലെ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഓവറായിട്ട് ടൈറ്റ് ആകണ്ട, കണക്ടർ പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ ഇനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടില്ലേ, നമ്മളെ കൈ കൊണ്ട് തന്നെ ആ ലീഡ് ഇങ്ങനെ തിരിക്കുമ്പോൾ ഇവിടെ മീറ്ററിൻ്റെ സൂചി ഇങ്ങനെ അനങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ. ഇനി നമുക്ക് ഇവിടെയും അതുപോലെ അതിനുള്ളിലേക്ക് തള്ളി കയറ്റി ഇനി നമുക്ക് ഈ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളാണ്, ആർക്കും വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം കാണുന്നുണ്ടല്ലോ മീറ്റർ ഇപ്പോൾ റെഡിയാണ്.
ഇപ്പോൾ നമ്മൾ സ്പീഡും കിലോമീറ്ററിൻ്റെ സ്പീഡിൻ്റെ ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ കിലോമീറ്ററിൻ്റെ മീറ്ററും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സഹായിക്കും. ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ലഭിക്കുവാൻ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.